നമുക്കിപ്പോൾ ഏറ്റവും ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ അകത്ത് സെൻട്രൽ ക്യാരക്ടർ എന്ന് തന്നെ പറയുന്നത് നമുക്ക് മ്ലാത്തിച്ചേർത്തിയായിരിക്കും. ഇപ്പം ആ ആളുടെ ഒരു ഇപ്പം എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ഈ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് മറ്റൊരു ടെറൈൻ കാണിക്കുന്നുണ്ട്, ഒരു ഫ്ലാഷ് ബാക്ക് സീക്വൻസ്. അതൊക്കെ എവിടെയാണ് ഷൂട്ട് ചെയ്തത്? അത് ഇതും പറയാൻ പറ്റില്ലേ? അത് ആൾക്കാരെ കോൺഷ്യസ് ആക്കേണ്ടത്. ആ ക്വസ്റ്റ്യൻ നമുക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിനെ കണ്ടുപിടിച്ചത് എവിടെ നിന്നാണ്? അതിന്റെ രണ്ട് കാലഘട്ടം കാണിക്കുന്നുണ്ട്, ഈ രണ്ടുപേരെയും കണ്ടുപിടിച്ചത്. ഇതിൽ മ്ലാത്തി എന്ന് പറഞ്ഞ ക്യാരക്ടർ മേഘാലയ എന്നാണ് നമ്മൾ ഓഡീഷൻ ചെയ്തിട്ടെടുത്തതാണ്. നമ്മൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ നമ്മൾ ജയറാമിൻ്റെ ഫ്രണ്ട് ഒരു ജിതിൻ എന്ന് പറഞ്ഞൊരു മിലിറ്ററി കേണലുണ്ട്. അപ്പോൾ മൂപ്പരുടെ സഹായത്തോടുകൂടി അതിന് മുന്നേ ഇതിൻ്റെ ക്യാരക്ടർ കിട്ടിയതിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഇതിൽ ആക്ച്വലി ക്രിസ്റ്റോ ടോമില്ലേ നമ്മുടെ ഡയറക്ടർ ഉള്ളൊഴുക്കുണ്ട്. അപ്പം മൂപ്പരോട് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് മൂപ്പര് കൊൽക്കത്ത ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചത്. അപ്പോൾ അങ്ങനെ മൂപ്പരോട് ചോദിച്ചു ഇങ്ങനെ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടോ, നമുക്ക് ഇങ്ങനെ ഒരു ചൈനീസ് അല്ലെങ്കിൽ മലേഷ്യൻ ലുക്ക് ലൈക്ക് ഒരു ക്യാരക്ടറിന് വേണമെന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് ഏതോ ഒരു ഷോർട്ട് ഫിലിം ഒരു ഫ്രണ്ട് ചെയ്ത ഷോർട്ട് ഫിലിമിലുള്ള ഒരു ക്യാരക്ടറാണ് ഈ നമ്മുടെ മ്ലാത്തി എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ അവരുടെ ഫോട്ടോ കാണിച്ചു ആ ഷോർട്ട് ഫിലിമിലുള്ള. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ബാഹുലിനോട് ഇത് കാണിച്ചു. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ക്യാരക്ടറായിട്ട് ഇത് തന്നെയാണ് നമ്മളെ ക്യാരക്ടർ, എന്താണ് ഇതുപോലെ ഇരിക്കണം എന്നുള്ള ഒരു തോന്നലുണ്ടായി. അത് ബാഹുലിന് കണ്ടപ്പോൾ ബാഹുലിന് ഇത് തന്നെയാണ് മ്ലാത്തി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മളൊരു ഓഡീഷന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ നാഗാലാൻഡിൽ പോയിട്ട് ഒരു 10-15 പേര് ഓഡീഷൻ ചെയ്തു. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവരുടെ പെർഫോമൻസ് ഇതുവരെ അപ്പോൾ നമ്മൾ അവിടെ പോയി ഓഡീഷൻ ചെയ്തത് അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് നാഗാലാൻഡിൽ മാത്രമാണ് ഇംഗ്ലീഷ് അവരുടെ ലാംഗ്വേജാണ്. ബാക്കിയുള്ള അതിൻ്റെ നാഗാലാൻഡ്, അതായത് നമ്മുടെ മണിപ്പൂർ അല്ലെങ്കിൽ മേഘാലയ ഇവിടെയൊന്നും പറഞ്ഞാൽ ഇംഗ്ലീഷും അറിയില്ല, ഹിന്ദിയും അത്ര അവർക്ക് പരിചയമില്ല, ഓൺലി ദർ ലാംഗ്വേജ്. അപ്പോൾ അവർ ആ ലാംഗ്വേജിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ മകനാറ്റം വന്നിട്ട് വേണം നമ്മളുമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ നല്ല ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ചില സീക്വൻസ് എല്ലാം കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ ആ പയ്യനോട് പറയേണ്ടി വരും, ഓക്കെ ഇതാണ് സീക്വൻസ്, ഇങ്ങനെ വേണം ഈ ഡയലോഗ് എന്ന്. അപ്പോൾ അവരുടെ ലാംഗ്വേജ് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇങ്ങനെയായിരുന്നു കുറേ പേര്. അപ്പോൾ നല്ല ആർട്ടിസ്റ്റാണ് എല്ലാവരും, ഒരുവിധം നല്ല ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം നമുക്ക് റിജക്റ്റ് ചെയ്യേണ്ടി വന്നു. ലാസ്റ്റ് ഈ ക്യാരക്ടറിലേക്ക് ലാസ്റ്റാണ് നമ്മൾ കണ്ടത്. അവർ നമ്മൾക്ക് പെർഫോമൻസ് ഇതുവരെയായിട്ട് കാണാത്തതുകൊണ്ട് നമ്മൾ അവരെയും ഓഡീഷൻ ചെയ്തപ്പം തന്നെ നമുക്ക് അവരുടെ ചെറിയ ന്യൂവൻസ് ആയിട്ടുള്ള ചെറിയ ഇമോഷൻസെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റി. അപ്പം തന്നെ നമ്മൾ കൺഫേം ചെയ്ത് ഓക്കെ ഇതാണ്. അങ്ങനെയാണ് മ്ലാത്തിയിലേക്ക് വന്നത്. അതേപോലെ നമ്മുടെ മലേഷ്യൻ സീക്വൻസ് എന്ന് പറഞ്ഞാൽ അത് മലേഷ്യയിലെ ആർട്ടിസ്റ്റ് തന്നെയാണ്. ആർട്ടിസ്റ്റിനെ നമ്മൾ ഓഡീഷൻ ചെയ്തിട്ട് കുറേ പേര് നമുക്ക് വീഡിയോ കോളിലൂടെ ഓഡീഷൻ ചെയ്തു. അങ്ങനെ എടുത്ത ആൾക്കാരാണ് ഇതെല്ലാം. മറ്റ് നമ്മുടെ മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സന്ദീപ് ഉണ്ട്. ഇപ്പം ഒരു ട്രിവിയം കൂടെ ആഡ് ചെയ്യാം. മ്ലാത്തി ചേട്ടത്തി അഭിനേതാവല്ല ആക്ച്വലി. ഇപ്പം ഈ ക്രിസ്റ്റോ സജസ്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിം പോലും ആ പർട്ടിക്കുലർ ഷോർട്ട് ഫിലിമിൻ്റെ ഡയറക്ടർ ഈ മേഘാലയയിലുള്ളൊരു ഡയറക്ടറായിരുന്നു. അപ്പോൾ അവരുടെ ഫാമിലി പരിചയം എന്നുള്ള രീതിയിൽ അതിൽ മാത്രം വെറുതെ ഒരു ഫ്രണ്ട്ലി അപ്പിയറൻസ് പോലെ അപ്പിയർ ചെയ്തായിരുന്നു. പുള്ളിക്കാരി പ്രൊഫഷണലി പുള്ളിക്കാരി ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു റിട്ടയർ ആകുന്നവരെ. അതിനുശേഷം സ്കൂളിങ്ങും ടീച്ചിങ് ഒക്കെ ആയിട്ട് ഒരു ടീച്ചറാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു പുള്ളിക്കാരിയാണ്. അപ്പോൾ പുള്ളിക്കാരി ഇതിലേക്ക് വരുന്നത് തന്നെ 70-ാം വയസ്സിൽ ഒരു അഡ്വഞ്ചർ, ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്, ആ ഒരു അഡ്വഞ്ചർ സ്പിരിറ്റിൽ വരുന്നത്. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യമാണ് എനിക്ക് അറിഞ്ഞൂടെ ആക്ച്വലി. പക്ഷെ എന്താ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇത്രയും വയസ്സായില്ല, ഇനി എന്തെങ്കിലും ട്രൈ ചെയ്യണ്ടേ എന്നുള്ള രീതിയിലുള്ളതാണ് പുള്ളിക്കാരിയും വരുന്നത്. എത്ര ദിവസം ട്രെയിനിങ് കൊടുത്തു ആൾക്ക്? ഒരാഴ്ചയൊക്കെ തന്നെയാണ്. ഷൂട്ടിന് മുന്നേ ഒരാഴ്ച മുന്നേ വന്നു. പിന്നെ ഷൂട്ടിംഗ് സമയത്ത് നമ്മുടെ കൂടെ ഒരു അഞ്ജലി സത്യനാഥ് എന്ന് പറഞ്ഞൊരു ട്രെയിനർ പുള്ളിക്കാരിക്ക് എപ്പോഴും സപ്പോർട്ടിന് വേണ്ടി എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു, ടു ഹെൽപ്പ് വിത്ത് ദ ലാംഗ്വേജ് ആൻഡ് നുവാൻസും കാര്യങ്ങളൊക്കെ. അങ്ങനെയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയുടെ ഫൈറ്റിംഗ് സ്പിരിറ്റാണ് പുള്ളിക്കാരി അഭിനയിക്കുമ്പോൾ. അപ്പോൾ പുള്ളിക്കാരിക്ക് തോന്നുന്നു ഈ ഇത്രയും എക്സ്ട്രീം കണ്ടീഷൻസ് കാലാവസ്ഥയിൽ വന്നിട്ടും പുള്ളിക്കാരി ഫുൾ ഓണാണ്, ഒരു പ്രശ്നമില്ല. പുള്ളിക്കാരിക്ക് ഈ പെർഫോമൻസ് പ്രഷറാണ്. എന്തുവാ ഞാൻ കാരണം നിങ്ങൾ ഉദ്ദേശിച്ചൊരു കാര്യം കൃത്യമായിട്ട് വരാതിരിക്കരുത്, ഐ ഡോണ്ട് വാണ്ട് ടു കിൽ യുവർ ഫിലിം, എനിക്കത് കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ അത് എത്ര ടേക്ക് പോയി കഴിഞ്ഞാലും ഓക്കെ ആണോ, വെറുതെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഓക്കെ പറയണ്ട, നമുക്കത് ശരിയാക്കിയിട്ട് തന്നെ പോവാം എന്നൊക്കെയുള്ള രീതിയിലാണ്. അത് പുള്ളിക്കാരി അതൊക്കെ ഭയങ്കര പേഴ്സണലായിരുന്നു. ആ രീതിയിൽ ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിച്ച സാധനം തന്നെ നിങ്ങൾക്ക് കിട്ടണം, അതിന് വേണ്ടി ഞാൻ എത്ര വേണമെങ്കിലും ചെയ്യാം, അത് നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ലേ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ വർക്ക് ചെയ്യുന്നത്. ടെൻഷൻ അതെ, സിനിമ ഷൂട്ടിംഗ് സെറ്റ് എക്സ്പീരിയൻസ് തന്നെ ബെസ്റ്റാണ്. ഇതുപോലെ നമ്മുടെ ഇവളും കൊച്ചുമ്ലാത്തിയും സിനിമ ആദ്യമായിട്ടാണ്. മോഡലാണ്.
ഓക്കെ. സിനിമയിൽ അഭിനയിക്കുന്ന ആദ്യമായിട്ടാണ്. അത് ഷൂട്ടിംഗ് കഴിയാൻ ലാസ്റ്റ് ഡേ ആണ് നമ്മൾ അറിഞ്ഞതെന്ന് മാത്രം. ആ ഫസ്റ്റ് ടൈം അവർ ഏതൊരു മഴ വന്നിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ വർത്താനം പറയല്ലോ, വെയിറ്റിംഗ് ആണ് എന്തൊരു കാര്യം റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ചോദിച്ചാണ് ഇത് അവിടെ ഏതോ ഫിലിംസ് ആണോ എന്താണോ വർക്ക് ചെയ്യണം മ്യൂസിക് വീഡിയോ? ഇല്ല, ഇത് ഫസ്റ്റ് ടൈമാണ് ഇൻ ആക്ടിങ്. അപ്പോൾ ഈ കഴിഞ്ഞ 6 ദിവസം ചെയ്തത് രീതിയിൽ വണ്ടറായി പോയി. ഇതിന്റെ ഈ എനിക്ക് തോന്നുന്നു ഇപ്പം ലാത്തിച്ചേട്ടൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത്, എനിക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും സ്ട്രൈക്ക് ചെയ്ത ഡയലോഗ്സ് ഉണ്ട്. ഈ നായ്ക്കുട്ടികളെ പട്ടികളെ പൂട്ടിയിട്ട് വളർത്തുന്നതും തുടർന്ന് വിടുന്നത് ഇപ്പം സ്വാതന്ത്ര്യമാണോ സംരക്ഷണമാണോ എന്ന് കണക്ട് ചെയ്യുന്ന, ഞാൻ പ്രത്യേകിച്ച് നമുക്ക് ആ ഡയലോഗിലേക്ക് പറയണ്ട, ഭയങ്കരമായിട്ട് നമുക്ക് പലരും ചിന്തിപ്പിക്കുന്ന 1-2 ഡയലോഗാണ്. വളരെ രസകരമായിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇന്ന് വരുമ്പോൾ പറയണമെന്ന് ഓർത്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. എനിക്ക് ഡയലോഗ് പറയാൻ പറ്റില്ല, കാരണം കാണാത്തവർ കാണട്ടെ എന്താണെന്നുള്ള സാധനം. വളരെ രസകരം. ചില ഡയലോഗ്സൊക്കെ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന എഴുത്തുകൾ മനോഹരമായിരുന്നു. അത് പ്രത്യേകിച്ച് ശാസ്ത്രത്തിൽ ഞാൻ എടുത്തു പറയുകയാണ്. ഈ വിനീതേട്ടൻ്റെ ഒരു കാസ്റ്റിങ്, ബിനു ചേട്ടൻ്റെ കാസ്റ്റിങ്, അതുപോലെ സന്ദീപിൻ്റെ ഇവരുടെ ഒരു കാസ്റ്റിങ്ങിലൊക്കെ എങ്ങനെ എത്തിയത്? എനിക്ക് തോന്നുന്നു വിനീതേട്ടനൊക്കെ ഈ കരിയറിൽ തന്നെ നെഗറ്റീവ്, അല്ലെങ്കിൽ ഞാൻ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഒരു കുറച്ച് ദേഷ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ 1-2 ആപ്പാട് ചെയ്തിട്ടുണ്ടാവത്തുള്ളൂ. അതൊക്കെ പ്രൈമറിലി പാരാമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയലോഗ്സ് എടുത്ത് കളിക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം ഇതിലത്തെ എല്ലാ ആർട്ടിസ്റ്റുകളും എന്നുള്ളതായിരുന്നു പ്രൈമറി സെറ്റ് ചെയ്തിരുന്നൊരു പാരാമീറ്റർ. അതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റണം. കാരണം ഒരുപാട് ഡയലോഗ്സ് ഇപ്പോൾ കിഷ്കിന്ത എഴുതി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ആണ് ഇത് എഴുതുന്നത്. ഷൂട്ടിംഗ് അല്ല പറഞ്ഞാൽ കിഷ്കിന്തയുടെ ഷൂട്ടിനൊക്കെ മുന്നേ. അപ്പോൾ കിഷ്കിന്ത എല്ലാവരും കിഷ്കിന്തയുടെ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഇത് എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ട് തുടങ്ങാനുള്ള ഒരു ഡിലേ വന്നപ്പോൾ സമയത്താണ് ഇത് എഴുതിയത്. അപ്പോൾ കിഷ്കിന്ത എഴുതി ഒരു 2-3 മാസത്തിനുള്ളിലാണ് ഇതിലേക്ക് എഴുത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ കിഷ്കിന്തയിൽ എല്ലാവരും കുറച്ച് റെസിലിയൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അതിലത്തെ സബ്ജക്റ്റ് അങ്ങനെ ആയതുകൊണ്ട് ആൾക്കാർക്ക് അങ്ങനെ തുറന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല അതിലത്തെ കഥാപാത്രങ്ങൾ ജീവിക്കുന്നത്. എല്ലാവരും കുറച്ച് റിസർവ്ഡ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് വരുമ്പോൾ ഇതിലത്തെ ക്യാരക്ടേഴ്സ് ഇതിൽ കുറച്ചും കൂടെ എക്സ്പ്രസീവ് ആവണം, കുറച്ചും കൂടെ ഫ്ലംബോയൻ്റ് ആയ കൊള്ളാം, വാചകസർത്ത് നടക്കണം എന്നൊക്കെ ഉള്ളത് ഒരു ആഗ്രഹം, ഒരു ഫണ്ടിന് വേണ്ടിയിട്ട്. സിനിമയാക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോഴും പ്ലാനൊന്നുമില്ലല്ലോ, കിഷ്കിന്ത പോലും ആയിട്ടില്ലല്ലോ. അപ്പോൾ പക്ഷേ ഒരു എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അങ്ങനെയൊക്കെ ആയി വന്നപ്പോൾ ഈ ഡയലോഗ്സ് പ്രസൻറ്റേഷനിൽ ആരായിരിക്കും കറക്റ്റ് എന്നുള്ള രീതിയിൽ ആയിരുന്നു അന്വേഷണങ്ങൾ. അപ്പോൾ ഈ വിനീതേട്ടൻ ചെയ്ത ക്യാരക്ടറിൻ്റെ ഒരു ആർക്കിടൈപ്പായിട്ട് മനസ്സിൽ ഇപ്പോൾ എഴുതുന്ന സമയത്ത്, ഇപ്പോൾ കിഷ്കിന്ത എഴുതുമ്പോൾ എൻ.എം. സാറിനെ ആലോചിച്ചിരുന്നു എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരാളെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ ആലോചിച്ച് കഴിഞ്ഞാൽ അവരിലേക്ക് നമ്മൾ ചിലപ്പോൾ ഫിറ്റിൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫിറ്റിൻ പരിപാടികൾ ഉണ്ടാവരുത്, ഓർഗാനിക്കലി വരണം എന്നുള്ളത് കൊണ്ട് വിനീതേട്ടൻ ചെയ്ത ക്യാരക്ടർ അത് എഴുതുന്ന സമയത്ത് ആ ക്യാരക്ടറിന് പഴയ സുകുമാരൻ ചേട്ടൻ്റെ ഒരു ആർക്കിടൈപ്പായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. ആ ഒരു ചാം കാര്യങ്ങളെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യണം എന്നല്ല, ഒരു എഴുത്തിൽ ഒരു ഡ്രൈവ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരാൾ പുള്ളിയുടെ ഡയലോഗ് പ്രസൻറ്റേഷൻ എങ്ങനെ വേണമെങ്കിലും എടുത്തിട്ട് കളിക്കാൻ പറ്റുന്നൊരു, അങ്ങനെയാണ് ആ ക്യാരക്ടർ മേ ബി ആ സുകുമാരൻ ചേട്ടനെ ആലോചിച്ചിരുന്നത് കൊണ്ട് ആ ക്യാരക്ടറിനെ പുഷ് ചെയ്യാൻ പല സിറ്റുവേഷനിലും ചിലപ്പോൾ ആ ആലോചനയായിരിക്കാം ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നു. ചിലപ്പോൾ വേറൊരാളെ മനസ്സിലാലോചിച്ചിരുന്നെങ്കിൽ വേറൊരു മീറ്ററിലായി പോയത്.